ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോണ്ട ഗ്ലാമറാണ് വണ്ടി. അതിൻ്റെ എൻജിൻ വർക്ക് കഴിഞ്ഞായിരുന്നാണ്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ എൻജിൻ സൈഡ് ഓയിൽ ഫിൽട്ടർ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ക്രീൻ ഫിൽട്ടർ നമുക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് കവർ അയക്കണം. ഇതാണ് അതിൻ്റെ സ്ക്രീൻ ഫിൽട്ടർ. അപ്പോൾ അത്യാവശ്യം ഒരുവിധം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കോട്ടൺ വേസ്റ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഇതേപോലെ ചെറുതായിട്ട് ഐറ്റംസ് വരും ഇതിനകത്ത്. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ ഈ റോട്ടർ ഫിൽട്ടറും, ഇതിനെ പറയും റോട്ടർ ഫിൽട്ടർ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓയിലൊന്ന് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ അത്യാവശ്യം വെയിറ്റേജുള്ള ഡസ്റ്റൊക്കെ അതിൻ്റെ ഈ സൈഡിൽ പിടിച്ചിരിക്കും. അതും ഇടയ്ക്ക് നമ്മളൊന്ന് ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമാണ് കേട്ടോ. ഇപ്പോൾ ഒരു 2 ഓയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം മൂന്നാമത്തേക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ സ്ക്രീൻ ഫിൽട്ടർ ക്ലീൻ ചെയ്യും, ഈ റോട്ടർ ക്ലീൻ ചെയ്യുകയും ചെയ്യുന്നത് എൻജിൻ ലൈഫ് കൂടാനായിട്ട് നമുക്കൊരു മാക്സിമം ഉപയോഗിക്കാനായിട്ടുള്ളൊരു ഇത് കിട്ടും. പരമാവധി ചെയ്യുന്നത് നല്ലതാണ്. കാരണം അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ തന്നെയും ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ. ഇപ്പോൾ നിലവിൽ നമ്മൾ എൻജിൻ ഓയിൽ മാറി, ഇപ്പോൾ കൂടുതൽ നമ്മൾ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. ഈ ഗ്യാസ്കറ്റ് പൊട്ടിയതായിട്ടൊന്നും കാണല്ല. അപ്പോൾ നിലവിൽ അത് തന്നെ നിലനിർത്താം. പിന്നെ സ്ക്രീൻ ഫിൽട്ടർ ഒന്ന് ക്ലീൻ ചെയ്യാം, ചെയിൻ ബ്രേക്കൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് പൊല്യൂഷനുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാകുന്നില്ല എന്നുള്ള കേസ്. അപ്പോൾ അതിൻ്റെ കേസ് കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. കാരണം ഓൾറെഡി നമുക്ക് സൈലൻസറിലൊക്കെ അത്യാവശ്യം കാർബൺ ഡെപ്പോസിറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ പുതിയ ഇത് വെച്ചിട്ട് അതിൻ്റെ വാല്യൂസ് വളരെ കുറച്ചിട്ടുണ്ട്. 3.5% കാർബൺ മോണോക്സൈഡ് പാടുള്ളൂ. അപ്പോൾ അത് പ്രകാരം വെച്ച് നോക്കുമ്പോൾ നോർമലിൽ നമുക്കത് കൂടുതലായിരിക്കും. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് ടെസ്റ്റ് നമുക്ക് ഓൾറെഡി പാസ്സാക്കി ഇടുക. ഓക്കെ. അപ്പോൾ അത്രയും വർക്ക് നമുക്ക് ചെയ്തേക്കാം അതിനകത്ത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് എൻ്റെ ബാക്കിയത്തെ പിന്നീടുള്ള ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ സർവീസൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്കൊരു 1 ഇയർ വാറൻറ്റി ഉള്ളതാണ്. അപ്പോൾ അടുത്തത് നെക്സ്റ്റ് 3000 കിലോമീറ്റർ, അതല്ലെങ്കിൽ 4 മാസത്തിലൊരിക്കലാണ് സർവീസ് ചെയ്ത് പോകേണ്ട കേട്ടോ. ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അത് എൻജിൻ സംബന്ധമായിട്ട് വല്ല ഓയിൽ ലീക്കേജോ അതിലല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് വേരിയേഷനോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ സർവീസ് ആവാൻ നോക്കിക്കരുത്. അതിനിടയിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ.